Hi all, welcome to my channel. Hope you are staying happy and healthy. So am I. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് സോറിയാസിസ്, എക്സീമ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു DIY നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോടൊക്കെ ഞാനിപ്പം ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ബേസിസിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഓൾമോസ്റ്റ് ഒരു 75-80% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്, എസ്പെഷ്യലി വിൻ്റർ സീസണിലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടായിരിക്കും, ഹാൻഡ്സും ഫീറ്റും ഫേസൊക്കെ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് വന്നിട്ട് ഗ്ലിസറിനാണ് ആൻഡ് ഓൾസോ റോസ് വാട്ടറും വേണം. ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗ്ലിസറിൻ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സിനകത്തും സോപ്പിനകത്തൊക്കെ ഈ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഗ്ലിസറിൻ ബേസിക്കലി ഒരു ഹ്യൂമെക്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിൽ നിന്ന് എന്താ പറയുക മോയ്സ്ചറിനെ വലിച്ചെടുത്തിട്ട് അത് വന്നിട്ട് നമ്മുടെ ഔട്ടർ സ്കിന്നിൽ എത്തിച്ചിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംബിങ് എഫക്റ്റ് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്ലിസറിൻ നമ്മൾ ഒരിക്കലും കോൺസെൻട്രേറ്റഡ് ഫോമിൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലിസറിനെ എപ്പോഴും നമ്മൾ ഡൈലൂട്ടഡ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ റോസ് വാട്ടർ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് റോസ് വാട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ റേഷ്യോ വന്നിട്ട് 2:1 ആയിരിക്കണം കേട്ടോ. അതായത് 2 എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സംഭവം, ഇപ്പോൾ റോസ് വാട്ടർ ആയിക്കോട്ടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു റേഷ്യോ ആണ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗ്ലിസറിൻ 1 ആയിരിക്കണം. അതായത് 2 ടേബിൾ സ്പൂൺ ഓഫ് റോസ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറും 1 ടേബിൾ സ്പൂൺ ഓഫ് ഗ്ലിസറിൻ ആണ് എടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലിനകത്തോട്ട് ഇത് രണ്ടും കൂടി എടുത്ത് മിക്സ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യുക. ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ഈ ഒരു DIY റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈനെസ് ഉള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം 1 വീക്കൊക്കെയാണ് നമ്മൾ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളിത് യൂസ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും PM റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മോർണിംഗിൽ നമ്മൾ സ്കിൻ കെയറിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ് ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. എപ്പോഴും നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് ട്വൈസ് എ ഡേ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വീക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈനെസ് മാത്രമേ ഉള്ളൂ, നോർമൽ ലൈക്ക് ഡ്രൈനെസ് ആണ്, അല്ലെങ്കിൽ വിൻ്റർ സീസണിലൊക്കെ മാത്രം വരുന്ന ഡ്രൈനെസ് ആണെങ്കിൽ വൺസ് എ ഡേ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു DIY ആണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്ലിസറിനും റോസ് വാട്ടറും അല്ലെങ്കിൽ ഗ്ലിസറിനും ഡിസ്റ്റിൽഡ് വാട്ടറും ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഡ്രൈനെസ് ഉള്ള ഭാഗത്ത്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇപ്പം ഡാൻഡ്രഫ് ഉള്ള ഭാഗത്ത് അവിടെ സ്കെയിലിംഗ് ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഈ ഒരു മിക്സ്ചർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.